അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ വനിസാഉഹും മസ്തൂറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ് വനിസാഉഹും മസ്തൂറാത്ത് യതബറജന തബറജൽ ജാഹിലിയത്തുൽ ഉലാ. മൂന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? നമ്മുടെ സഹോദരിമാരുടെ ഇന്നത്തെ പ്രവർത്തനമാണ്, ഇന്നത്തെ മുസ്ലിം പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ സ്വഭാവം കണ്ടാൽ എല്ലാം ഇടിഞ്ഞു വീണില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ഇന്നത്തെ പെണ്ണുങ്ങളുടെയൊക്കെ സ്വഭാവവും അവരുടെ നടത്തവും അവരുടെ പ്രവർത്തനവും കണ്ടാൽ അല്ലാഹു അലം ആകാശം തഴയെ വന്ന് വീഴുന്ന അവസ്ഥയെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് വിഷമമുണ്ടെങ്കിലും പറയേണ്ടത് പറയണമല്ലോ. എല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം ടിക്ടോക്കാ, അതന്നെ ടിക്ടോക്കിന്റെ പുറകിലെല്ലാം. പ്രായമുള്ളതും പ്രായമില്ലാത്തതും എല്ലാം ടിക്ടോക്കിന്റെ പുറകിൽ എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു, എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നത്, പെങ്ങളെ, നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ദയവ് ചെയ്തിട്ട് ആ ഫർദ ഒന്ന് ഊരി വെച്ചിട്ട് ചെയ്യുക, അത്ര ഒരു കരുണയെങ്കിലും കാണിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്നത്തെ പെണ്ണുങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് എവിടെ നോക്കിയാലും ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളല്ലാ ചെയ്യുന്ന ഓരോ പേക്കൂത്തുകൾ കണ്ടാ സഹിക്കാ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, 15ഉം 20ഉം വയസ്സുള്ള ഒരു പെണ്ണ് ചെയ്താൽ പറയാൻ അവൾക്ക് പക്വതയില്ല. അവൾക്ക് അതാ പക്വതയില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പ്രവർത്തിച്ചതെന്ന്. പക്ഷേ 30ഉം 35ഉം 40ഉം വയസ്സുള്ള കിളവിയായ ഉമ്മ, നിനക്കിനി എന്നാണ് പക്വതയെത്തുന്നത്? 35 തികഞ്ഞവള്, 3 മക്കളുടെ ഉമ്മയായ തന്റെ പൊന്നാര മകളെ കെട്ടിക്കാൻ പ്രായമായ തള്ള പോലും എന്ന് പടച്ചവരെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ഇത് പറയാ പാടില്ല. പറയുന്ന ഉസ്താദിനെ പോലും ആക്ഷേപിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നീ ധരിക്കുന്ന ഫർദയുണ്ടല്ലോ, അതൊരു മഹത്വമുള്ള വസ്ത്രമാണ്, അതൊരു പവിത്രതയുള്ള വസ്ത്രമാണ്. അത് ആയിഷ ബീവി ധരിച്ചതാണ്, അത് ഖദീജ ബീവി ധരിച്ചതാണ്. അല്ലാഹുവേ, ഒരുപാട് മഹദികൾ ധരിച്ച പുണ്യമായ വസ്ത്രമോ, അതും ധരിച്ചുകൊണ്ടെന്ന് കാണിക്കുന്ന ഒരുപാട് കോമാളിത്തരമുണ്ടല്ലോ. അല്ലാഹുവേ, എവിടെ നോക്കിയാലും ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലോ, റോഡിന്റെ ചാരത്ത് നിൽക്കാൻ കഴിയുന്നില്ലോ, ട്രെയിനിന്റെ അകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലോ. എവിടെ നോക്കിയാലും തന്റെ കണ്ണിന്റെ മുന്നിൽ പ്രായം ചെന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, അല്ലാഹുവേ കൊച്ചുകുട്ടികളുണ്ട്, അല്ലെങ്കിൽ തന്റെ വയസ്സിന്റെ പ്രായമുള്ളവരുണ്ട്. എന്തിന് ഉസ്താദന്മാര് മുന്നിലിരുന്നാൽ നമ്മുടെ പെമ്മക്കൾക്ക് ഒരു കുഴപ്പവുമില്ല. മറ്റുള്ളവന്റെ മടിത്തട്ടിൽ തലവെച്ചിട്ട് മുസ്ലിമിന്റെ നെഞ്ചത്ത് ചാരിയിരുന്ന സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലവോ, കണ്ടവന്റെ കയ്യിൽ പിടിച്ചു നടക്കുന്ന പെമ്മക്കളുടെ കാലവോ. ആരും കാണാതെ ഒരു മരച്ചുവട് കിട്ടിയാൽ, എവിടെയെങ്കിലും ഒരു മരത്തിന്റെ ചുവട് മതി, കിട്ടിയ അവസരം മുതലാക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ആക്ഷേപിക്കുന്നില്ല, എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷേ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് വല്ലാത്ത ധൈര്യവാ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അമുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ തയ്യാറാകില്ല. അമുസ്ലിമീങ്ങളായ മറ്റുള്ളവർക്ക് അഭിമാനമുണ്ട്. പക്ഷേ നമ്മുടെ സമുദായത്തിലെ പെമ്മക്കളുണ്ടല്ലോ, അല്ലാഹുവേ, എന്തൊരു ധൈര്യമെന്നറിയോ. നാട്ടുകാര് കണ്ടാലെന്താ, പള്ളിയിലെ ഖതീബ് കണ്ടാലെന്താ, നാട്ടിലെ കാരണവന്മാര് കണ്ടാലെന്താ, ഒരു കുഴപ്പവുമില്ലാതെ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും.
ഏർപ്പെടുന്ന കാലവോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടി പൊന്നുമോള്. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തീർന്നു പോയ കാഴ്ച കണ്ടതല്ലോ. എന്തിനായി അഹങ്കരിക്കുന്നത്? പണത്തിന്റെ അഹങ്കാരം കാണിക്കുന്നവരുണ്ടല്ലോ, പണക്കൊടുപ്പ് കാണിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, നിലമ്പൂരിന്റെ പരിസര പ്രദേശങ്ങളോ എല്ലാം ഒറ്റയടിക്ക് പോയത് കണ്ടതല്ലേ പൊന്നുമോള്. എത്രയോ കോടീശ്വരന്മാര് 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു. 70 ലക്ഷത്തിന്റെ വീട്, 40 ലക്ഷത്തിന്റെ കാറ്, എത്രയോ ബൈക്കുകള് എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒന്നുമില്ലാത്തവനെ പോലെ ഇട്ടിരുന്ന വസ്ത്രവുമായിരിക്കുന്ന രംഗം ഞാനും നിങ്ങളും കണ്ടവരാ. എല്ലാം എവിടെ പോയി? അല്ലാഹുവേ പടച്ചവനെ അഹങ്കാരം കൂടുമ്പോ തന്ന റബ്ബിനെല്ലാം മാറ്റാൻ കഴിവുണ്ടെന്ന് മറന്നു പോകരുത്. ഇതുപോലെയുള്ള ദുരന്തം വരുമ്പോ എല്ലാവരെയും ഒരുമിച്ചാണ് ബാധിക്കുന്നത്. അല്ലാഹുവേ കഴിക്കാ ഭക്ഷണമില്ല, ധരിക്കാ വസ്ത്രമില്ല, ഉണ്ടായിരുന്ന വീടിരുന്ന സ്ഥലം പോലും കാണാനില്ലാതെ തന്റെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയവരുടെ മയ്യത്ത് പോലും കിട്ടാത്ത അവസ്ഥയില് അല്ലാഹുവേ നിലമ്പൂരിന്റെ പരിസരത്തെ പാപപ്പെട്ട നമ്മുടെ കൂടപ്പറപ്പുകൾ കണ്ണീരിലോ. അല്ലാഹുവേ നീ അവർക്ക് സമാധാനം നൽകണേ അല്ലാ, അവരെ നീ സഹായിക്കണേ അല്ലാ, അവർക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ ഇത്രയൊക്കെ കണ്ടാലും നമ്മുടെ സമുദായം പഠിക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 3 വിഭാഗം പെണ്ണുങ്ങളെ പടച്ചവനെ ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരോ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരോ, അല്ലാഹുവിന്റെ ശാപവും പേറി നടക്കുന്നവരാ. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഭർത്താക്കന്മാരോട്, കൂടപ്പിറപ്പുകളോട്, നിന്റെ വീട്ടിൽ ഇങ്ങനത്തെ 3 പെണ്ണുങ്ങളുണ്ട്. നിന്റെ ഭാര്യ, നിന്റെ പൊന്നു പെങ്ങള്, നിന്റെ ഉമ്മ, നിന്റെ സഹോദരി, ഈ 3 വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ട്. അവിടെ അള്ളാന്റെ സഹായമില്ല, അവിടെ റഹ്മത്തിന്റെ മലക്ക് വരൂല, അവിടെ സന്തോഷമില്ല, അവിടെ കിട്ടിയാ തികയൂല. കാരണം അല്ലാഹു ശപിച്ച ഒരുത്തി അവിടെയുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീടിന്റെ അകത്തുണ്ട്. മുത്തുനബി പറയുകയാ, 3 വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹു ശപിച്ചവരാണ്. ആരാണെന്നറിയുമോ? വേലകൾക്കാട് ഈ സദസ്സിലേക്ക് കടന്നു വന്ന പെങ്ങന്മാരെ, അല്ലാഹു ശപിച്ചവളാണോ നീ? അല്ലാഹു ശപിച്ചവളാണോ നീ? മുത്തുനബി എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ 1ാമത്തെ പെണ്ണാരാ? അവള് ശരീരത്തിൽ പച്ച കുത്തുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ, ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ. ചെറുപ്പക്കാർക്ക് അതൊരു ഹോബിയാണ്. ശരീരത്തിൽ ഇങ്ങനെ പച്ച കുത്തികെട്ട് നടക്കുന്നതൊരു ഹോബിയാ. ഇന്ന് ആ ട്രെൻഡ് പെണ്ണുങ്ങളെയും പിടിപെട്ടിരിക്കുകയാണ്. ഇന്ന് പെണ്ണുങ്ങളുടെ ശരീരത്തും അല്ലാഹുവേ പറയാ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശരീരത്തിലെ പച്ച കുത്തികെട്ട് നടക്കുമ്പോ, നീ അല്ലാഹു ശപിച്ചവളോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ, നീ ആ ശാപം ചുമന്നുകൊണ്ട് നടക്കുന്നവളോ? ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് ഉറങ്ങല്ലേ വാപ്പോ, ഉണർന്നിരുന്നു കേൾക്ക്. എന്തേ നീ നേരെയാകാത്തത്, കിട്ടിയാ തികയാത്തത്, നിന്റെ വീട്ടില് സമാധാനമില്ലാത്തത്, കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. 2ാമത്തെ പെണ്ണാരാ?
സൗന്ദര്യമുണ്ടാകുന്നതിന് വേണ്ടി, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പ്രിയത്തിലെ മുടി പിഴുതു കളയുന്ന ഉമ്മ. എന്റെ പെങ്ങന്മാരുടെ മുഖത്ത് നോക്ക്. ചെറുപ്പക്കാരാ, വീട്ടിൽ ചെന്നിട്ട് 40 തികഞ്ഞ നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ സഹോദരിമാരുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഇന്ന് പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ പ്രിയത്തിലെ ബ്യൂട്ടി പാർലറിൽ കിടന്നു നിന്നിട്ട് തന്റെ അതാ പ്രിയത്തിലെ മുടിയങ്ങ് പറിച്ചു കളയുകയാണ് എല്ലാ ഗ്ലാമറിന് വേണ്ടി. പെങ്ങളെ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ? പറ, അല്ലാഹു ശപിച്ചവൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം കിട്ടുവോ? അവിടെ സന്തോഷമുണ്ടാകൂ? അവിടെ റഹ്മത്തിന്റെ മലക്ക് വരുവോ? നിന്റെ ജീവിതത്തിൽ എങ്ങനാ ബർക്കത്തുണ്ടാവുക? അതുകൊണ്ട് എന്റെ പെങ്ങളെ, കരഞ്ഞു ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറഞ്ഞ് തൗബ ചെയ്തോ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? മുടി കറുപ്പിക്കുന്ന പെണ്ണാ. മുടി കറുപ്പിക്കുന്നവരുണ്ടല്ലോ, പ്രായം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന പെങ്ങളോ. ഭർത്താവിന്റെ മുന്നിലല്ലോ, ഭർത്താവിന്റെ മുന്നിലല്ലോ നരച്ചുപോയ മുടിയുടെ മുകളിലൂടെ കറുത്ത പെയിന്റ് അടിച്ചിട്ട് പ്രായം മറക്കുന്ന ഉപ്പയും ഉമ്മയും കേട്ടോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മൈലാഞ്ചി തേക്കാം. എന്തിനാ പെയിന്റ് അടിക്കുന്നത്? എന്തിനാ പെയിന്റ് അടിക്കുന്നത്? നിനക്ക് മൈലാഞ്ചി എന്ത് മനോഹരമെന്നറിയോ? അല്ലാഹുവേ, ചില ആൾക്കാരുടെ താടിയിലും തലയിലും മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് കണ്ടാൽ കാണാൻ എന്ത് മനോഹരമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിടുമായിരുന്നല്ലോ, സുന്നത്തായിരുന്നല്ലോ. നബി അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, മൈലാഞ്ചി ഇടാത്ത ഭാര്യ നബിക്ക് ഇഷ്ടമല്ല. മൈലാഞ്ചി ഇടാതെ മണിയറയിൽ വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ പെണ്ണുപിള്ളമാർ എത്ര പേര് മൈലാഞ്ചി ഇടും? ഈ കണ്ണെഴുതാതെ, സുറുമ എഴുതാതെ മണിയറയിലേക്ക് വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇന്ന് എന്തിനാ മൈലാഞ്ചിയിട്? അതാ നല്ല മനോഹരമായിട്ട് ഭർത്താവിന്റെ താടിയിൽ ഒരു മുടി നരച്ചിക്ക, നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് ട്ടാ, എന്ത് രസം, ഇത്തിരി മൈലാഞ്ചി, അല്ലാതെ പിടിത് കളയാനല്ല. പ്രായം മറയ്ക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, പെയിന്റ് അടിക്കുന്നവരോർത്തോ, നീ നേരെയാകൂല. നീ ഉള്ള സ്ഥലത്ത് റബ്ബിന്റെ സഹായവുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പോയിട്ട് പെണ്ണുമ്പിള്ളയുടെ നെറ്റി നോക്കണം കേട്ടാ, ഭാര്യയുടെ മുഖത്തി പിരിയത്തി നോക്കണം. നല്ല വടിച്ചു വെച്ചിട്ടുണ്ടാകും. ചുമ്മാതല്ല നീ നേരെയാകാത്തത്. നിന്റെ വീട്ടിൽ നിന്റെ കച്ചവടം, നിന്റെ സർവ്വതും കൊത്തുവാളയെടുക്കാനുള്ള കാരണം അല്ലാഹു ശപിച്ച ഒരെണ്ണം നിന്റെ വീടിന്റെ അകത്തുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടെങ്കിൽ പറ, ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തപിക്കാൻ. അങ്ങനെ ഒരു മകളോ കൂടപ്പുറപ്പോ ഭാര്യയോ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ പറഞ്ഞിട്ട് ആ ശാപം മാറ്റിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനമായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഒരുപാട് പേർ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പഠിക്കണം. എത്രയോ മഹദിമാർ, ഐഷ ബീബിയും ഖദീജ ബീബിയും ഫാത്തിമ ബീബി, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തങ്ങിട്ട് വായിക്കും. എത്രയോ മഹദിമാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വനിതയും മംഗളമൊക്കെ അതിനകത്ത് വരുന്ന ഒരുത്തിയെ കണ്ടിട്ട് അതുപോലെ ആകാൻ ഈ ഉമ്മ എന്തിനാ കിടന്ന് ഓടണേ? ഉമ്മായിക്കുള്ളതല്ലേ ഉള്ളൂ. ഉമ്മായിക്ക് അള്ള കൊടുത്ത സൗന്ദര്യങ്ങൾ. കാക്ക കുളിച്ച കൊക്കാവോ മനുഷ്യന്മാരെ? ആവോ ചങ്ങായിമാരെ? കാക്ക കുളിച്ച കൊക്കാവൂല. അല്ല നിനക്ക് തന്നതല്ലേ ഉള്ളൂ. നീ എന്തിനാ കൂട്ടാൻ നിക്കണേ? കൂട്ടാൻ നിൽക്കുമ്പോഴല്ലേ വെളുക്കാൻ തെച്ചിട്ട് പാണ്ടാവണത്. അവനവനെ കൊണ്ട്, ഞാൻ പഠിക്കണ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാള് വന്നിട്ട് ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തേച്ചാ ഗ്ലാമർ കൂടും. അപ്പൊ ആദ്യം ഒരു കുട്ടി വാങ്ങി, അവൻ വാങ്ങിച്ച് തേച്ചപ്പത്തേക്ക് ചെറിയ വെളുപ്പ്. ഇത് കണ്ടപ്പോ എല്ലാരും വാങ്ങി. കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാത്തിന്റെ മുഖം അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി. അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത. എന്തിനാ സഹോദരങ്ങളെ? എത്രയോ അള്ളാഹു തന്നിരിക്കുന്ന ഈ ഗ്ലാമർ ഉണ്ടല്ലോ, ഇത് നാട്ടുകാരെ കാണിക്കാനുള്ളതാ? സിറാജിന്റെ ഗ്ലാമർ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല, എന്റെ ഭാര്യയ്ക്ക് കാണിക്കാനുള്ളതാ.
എന്റെ ഭാര്യയുടെ ഗ്ലാമർ നാട്ടുകാർക്കല്ലാതെ എനിക്ക് കാണിക്കാനുള്ളതാ. അല്ല, ഇതെങ്ങനെ നേരെ തിരിച്ച് നാട്ടുകാരെ കാണിക്കും, പാവപ്പെട്ടവനെ ഒന്നും കാണിക്കൂല. ഇതാ ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ. നാട്ടുകാർക്ക് മുഴുവനും പ്രദർശനം, അകത്ത് അള്ളാഹുവെ ദിക്റും ദുആയും മാത്രം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. എന്റെ സഹോദരിമാർക്ക് വേണ്ടി പഠിക്കാൻ ഒരു പെണ്ണിനെ ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പാതിരാത്രി കിടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് പഠിക്കാൻ ഒരു മഹദിയുടെ ചരിത്രം പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ദഖൽതുൽ ജന്ന ഫസമിഅത് ഖശഫതൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, പാലിരികളും തേനിരികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലൂടെ മുത്തുനബി നടന്നു പോകുമ്പോ റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. മുത്തുനബിയാണ് സ്വർഗം തുറക്കുന്നത്. ആ പ്രവാചകൻ സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രവാചകനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടൊരു പെണ്ണിങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂൽ فقلت من هؤلاء هذه رميسا. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിൽ നിൽക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ്. ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മലക്കുകളെ, ആരാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ? യാ റസൂലല്ലാഹ്, ഹാദിഹി റുമൈസ. അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാ റുമൈസ എന്നറിയുമോ? ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ സ്വർഗ്ഗത്തിലെ മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. കാരണം എന്തെന്നറിയോ? ഇന്നത്തെ പെണ്ണുങ്ങളെ പഠിക്കാൻ പറയുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങളെ പഠിക്കാൻ പറയുകയാ. മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകാൻ, മുത്തുനബിയെക്കാളും മുമ്പ് സ്വർഗത്തിലൂടെ ഓടിപ്പോകാൻ അല്ലാഹുവേ ഈ പെണ്ണിന് ഭാഗ്യം കിട്ടാനുള്ള കാരണമെന്താ? അല്ലാഹുവേ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിനോട് വല്ലാത്ത മഹബ്ബത്താ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ ആരുമറിയാതെ മുസ്ലിമാവുകയാണ്. അവൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ടതാ തന്റെ വീട്ടിലേക്ക് അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ മാലിക് എന്ന ഭർത്താവ് പറയുന്ന, ഉമ്മു സുലൈം, എന്നെ നിനക്ക് വേണോ? പുതിയ മതം നിനക്ക് വേണോ? ഏതെങ്കിലും ഒന്നേ പറ്റൂ. നിനക്ക് പുതിയ മതമാണോ വേണ്ടത്, എന്നെയാണോ വേണ്ടത്? ഭർത്താവാണ് ചോദിക്കുന്നത്. ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണിന് പറയാനൊരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വേണ്ടത്, എനിക്ക് പടച്ച റബ്ബിനെയാണ് വേണ്ടത്. അതുപോലെ നിങ്ങളെയും എനിക്ക് വേണം. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ ദീൻ കളഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലവാ. ഇന്നത്തെ പെണ്ണിന് ദീൻ വേണ്ടോ? അവൾക്ക് കാമുകന മതി. ഇന്നലെ കണ്ടവന് വേണ്ടി 18 കൊല്ലം പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തവള്, അല്ലാഹുവിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങി പോകുന്ന പെമ്മക്കള്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയോട് തന്റെ ഭർത്താവ് പറയുന്നു, മാലിക് പറയുന്നു, ഉമ്മു സുലൈം, നീ പുതിയ മതങ്ങളോ ഇസ്ലാം മതങ്ങളോ എങ്കിലേ എന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റൂ. പറ്റില്ല എന്ന് പറയുമ്പോ തന്റെ ചെറിയ മകനായ അനസിനെയും കയ്യിൽ കൊടുത്തിട്ട് മാലിക് എന്ന ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഉമ്മു സുലൈമിന് എന്ത് ചെയ്യണമെന്നറിയില്ലോ. അതാ മിണ്ടാതെ വീടിന്റെ അകത്ത് നിന്ന് കരയുകയാണ്. അതാ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. പഠിച്ചവരെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇറങ്ങിപ്പോയി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകനെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്റെ പൊന്നുമോനെ വളർത്തുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അതാ ഒരു ദിവസം നോക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനദാ തന്റെ നാട്ടിലേക്ക് ഹിജ്റ ചെയ്ത് കടന്നു വന്നു. മുത്തുനബി വന്നെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓടുകയാണ്. ലോകത്തിന്റെ നേതാവിനെ ആദ്യമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി സമ്മാന പൊതികളുമായി മുത്തുനബിയുടെ ചാരത്ത് കടന്നു ചെന്നിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനം കൊടുത്തുകൊണ്ട് പ്രവാചകന് മുന്നിലേക്ക് കടന്നു ചെന്നു. മുസ്ലിം റളിയല്ലാഹു തആല വീടിന്റെ അകത്തിരുന്ന് കരയുന്നു. മുത്തുനബി ആദ്യമായിട്ട് കാണുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച മഹദിയാ, മുത്തുനബിയെ കാണാൻ കൊതിച്ച മഹദിയാ. പക്ഷേ മുത്തുനബിയുടെ കയ്യിൽ കൊടുക്കാൻ ഒരു സമ്മാനമില്ല, കൊടുക്കാൻ തന്റെ കയ്യിലൊന്നുമില്ല. കാരണം പാവപ്പെട്ടവളാണ്. അവസാനം തന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുമ്പോ 11 വയസ്സുള്ള മകൻ ചോദിക്കുന്നു, അമ്മ എന്തിനാണമ്മ കരയുന്നത്? ഒന്നും പറയാതെ തന്റെ പൊന്നമകനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്ത് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. തന്റെ പൊന്നമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാ. മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു തന്നു. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ എനിക്കങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. കാരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ നബിയേ. എല്ലാരും അങ്ങയുടെ കയ്യിലേക്ക് സമ്മാനം തരുന്നു. ഈ പാവപ്പെട്ട ഉമ്മു സുലൈമിന്റെ കയ്യിലൊന്നുമില്ല നബിയേ. ഞാൻ പാവപ്പെട്ടവളാ നബിയേ, എന്റെ കയ്യിലൊന്നും തരാറില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേണം അങ്ങക്ക് തരാ. എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമോ. എനിക്ക് അല്ലാഹും റസൂലും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ പൊന്നുമോൻ അനസിനെയാണ് നബിയേ. 11 വയസ്സുള്ള പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഉമ്മ സുലൈം റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊടുക്കുകയാ. ഈ എടുത്തോ നബിയേ. 9 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പോലും കഷ്ടപ്പെട്ട് വളർത്തിയ തന്റെ പൊന്നുമോനെ മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ഉമ്മ പറയുന്നു, യാ റസൂലല്ലാഹ്, തരാൻ ഇതിനേക്കാളും വലിയ ഒരു സമ്മാനമില്ല. കൂടെ കൊണ്ട് നടന്നോ നബിയേ, ചെരുപ്പെടുത്തു തരാറ്, വെള്ളമെടുത്തു തരാറ്, അങ്ങക്ക് ഖിദ്മത്ത് ചെയ്യാറ് എന്റെ അനസിനെ എടുത്തോ നബിയേ. തന്റെ പൊന്നാര മകനെ മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ഉമ്മ പറഞ്ഞതെന്നറിയുമോ? മോനെ അനസേ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് കാണുമ്പോ ഉമ്മാനെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസേ. അല്ലാഹുവേ അവിടെന്ന് പറന്നെന്ന് ചരിത്രം പറയുമ്പോ 6 മൈസാ ബീവി കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗമെന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗമെന്ന് ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമെന്നാറ്. ആ 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ പരിമളമൊന്ന് ശ്വസിക്കാൻ അർഹതയുണ്ടോ പെങ്ങളേ? അർഹതയുണ്ടോ ഉമ്മ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത്, കുറേയായില്ലേ, വയസ്സ് കുറേയായില്ലേ, ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ, ഒരുപാട് ആഘോഷിച്ചില്ലേ. ഇനിയെങ്കിലും നിനക്കൊന്ന് നിർത്തിക്കൂടൂ, ഇനിയെങ്കിലും നിനക്കൊന്ന് നേരെയായിക്കൂടൂ, ഇനിയെങ്കിലും നിനക്കൊന്ന് തൗബ ചെയ്തുകൂടൂ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. തുഅമ്മിലു ഫിദ്ദുനിയാ തമീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി
وكم من مريض عاش دهرا لا دهري. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാത്രി അതാ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടാ? പള്ളിപ്പറമ്പിലല്ലേ? ഉമ്മയുടെ കൂടെ മണിയറവിലേക്ക് കടന്നു പോയാ, രാത്രി വാപ്പയുടെ കൂടെ കടക്കാൻ പോയാ നിന്റെ ഉമ്മയും നാരടി മണ്ണിന്റെ അകത്തല്ലോ. എന്തേ രാവിലെ എഴുന്നേറ്റവന് രാത്രി തികയ്ക്കുന്നില്ലോ? രാത്രി കിടന്നവള് രാവിലെ എഴുന്നേക്കുന്നുമില്ലോ. രോഗമില്ലാത്തവർ മരിക്കുന്ന കാലമോ? ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ 17 വയസ്സുള്ള പെങ്ങളാ, 17 വയസ്സുള്ള കൂടപ്പിറപ്പ് അല്ലാഹുവേ അറഫയിടന്ന് പടച്ച റബ്ബിന്റെ വിധിക്കുത്തരം നൽകി പോകുമ്പോ ആ പറയുമ്പോഴും ആ ചെറുപ്പക്കാരന്റെ മുഖത്തൊരു ചെറിയ പ്രകാശമോ. കാരണമെന്തെന്നറിയോ? കൂടപ്പിറപ്പ് പോയത് അറഫയുടെ ദിവസമോ. എന്തൊരു മരണവാ, എന്തൊരു മരണവാ! അറഫയുടെ ദിവസത്തിൽ മരിക്കാ ഭാഗ്യം കിട്ടിയ പൊന്നുമോളോ. അല്ലാഹു അവിടുത്തെ കബറിടം വിശാലമാക്കട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നീയും പോയി കണ്ടവളല്ലേ 17 വയസ്സുള്ളവരെ പോകുമ്പോ എന്റെ നീയും മനസ്സിലാക്കാത്തത്? നീയും എപ്പോഴേ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവളാണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് സമയം കിട്ടുമ്പോ ആരും കാണാതെ ഒറ്റയ്ക്ക് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണമല്ലാ, പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാകൂ എന്നേ. ചെയ്തു പോയത് മുടങ്ങാതെ ഓരോ നാൾ പടച്ച റബ്ബിന്റെ മുന്നിലേറ്റ് പറഞ്ഞിട്ട് പറയണം, നാഥാ നിന്നെക്കാലം പൊറുക്കുന്ന ഒരാൾ ഈ ദുനിയാവിലില്ല. എന്റെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ലല്ലോ റബ്ബേ. പൊറുത്തു താ അല്ലാ, പൊറുത്തു താ അല്ലാ. കഴുകി ശുദ്ധമാക്കിക്കോ, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിക്കോ. ഇല്ലെങ്കിൽ ഭൂമിയിൽ ദുരന്തമുണ്ടാകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ